മെറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം, ദൈവം തന്നിരിക്കുന്ന ദർശനം നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ്. നമ്മൾ ദർശനം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വപ്നം എന്നൊക്കെ വേണമെങ്കിൽ അത് അർത്ഥമാക്കാം. ദൈവത്തിൻ്റെ ആലോചന ദൈവവചനപ്രകാരവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൺഫർമേഷൻ ഉറപ്പിനാലും ദൈവം നമുക്ക് തരുന്നുണ്ട്. പ്രാർത്ഥനയുടെ ഉത്തരമായിട്ടും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ദൈവം തരുന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ കൂടി ഈ ലോകത്തിൽ നിർവഹിക്കുക എന്നുള്ളതാണ്. ഓരോ മനുഷ്യനും ഈ ലോകത്തിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുമ്പോൾ അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ദൈവം അവനെക്കുറിച്ച് ചില കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ദൈവത്തിനറിയാമാണ്, ദൈവം സമയങ്ങൾക്ക് അതീതമായിരിക്കുന്നുണ്ട്. ദൈവത്തിന് ആ കാര്യങ്ങളെല്ലാം അറിയാം. അതുകൊണ്ട് ദൈവം അവനെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ കൂടി നടത്തിയെടുക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം ആ വ്യക്തിക്ക് തന്നെയാണുള്ളത്. അതെല്ലാം തന്നെ ദൈവത്തിൻ്റെ മിഷനെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ മിഷൻ എന്താണ്? ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു, ഈ ലോകത്തിലുള്ള ജനമെല്ലാം ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ മിഷൻ. അതിനകത്ത് ഏത് രീതിയിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പഴയ നിയമകാലങ്ങളിലൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാം, യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വരണം എന്നുള്ളതായിരുന്നു ദൈവം പല രീതിയിൽ ഇങ്ങനെ പല കാലങ്ങൾ കൂടി പ്രവർത്തിച്ച് കൊണ്ടുവന്നത്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെയാണ് തിരഞ്ഞെടുത്തത്. കാരണം നമ്മൾ ആ ജീനിയോളജി നോക്കിക്കഴിയുമ്പോൾ അറിയാം, ഓരോ കുലങ്ങളിൽ കൂടി ഇങ്ങനെ വന്ന് അവസാനം മറിയയിൽ കൂടി യോസഫിൽ കൂടി ആ കുലത്തിൽ കൂടി യേശു ഈ ലോകത്തിലേക്ക് ജനിച്ചത്. ആ ഒരു പർപ്പസായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉള്ള പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേറൊരു ഒരാൾ യേശുവിനെ പോലെ വീണ്ടും വരിക എന്നുള്ളൊരു പർപ്പസ് അല്ല ഉള്ളത്. പിന്നെ നിങ്ങളെയും എന്നെയും യേശുവിൻ്റെ വക്താക്കളാക്കി ഈ ലോകത്തിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒറ്റ ഒരു ക്യാരക്ടർ മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അന്നേരം ഈ അയാളുടെ ഒരു ദർശനം ഏത് രീതിയിൽ അത് സഫലമായി തീർന്നു എന്ന് മാത്രം ചുരുക്കമായിട്ട് പറഞ്ഞ് നിർത്താം. 105 സങ്കീർത്തനത്തിൽ എടുക്കുമ്പോൾ നമ്മൾ ദൈവം ഏത് രീതിയിലാണ് അബ്രഹാമിൽ കൂടി അവൻ്റെ സന്തതിയിൽ കൂടി ഇങ്ങനെ തലമുറയായിട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ വചനങ്ങളെ നിവർത്തിച്ചത് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അതിൽ അങ്ങനെ വരുമ്പോൾ അതിനകത്തുള്ള ഒരു വ്യക്തിയാണ് 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യോസഫിൻ്റെ പേര് വരുന്നത്. അപ്പോൾ യോസഫിനെ ഒരു ദാസനായി വിറ്റുവല്ലോ എന്ന് പറഞ്ഞിട്ടാണ് 17-ാം വാക്യത്തിലെ 105 സങ്കീർത്തനത്തിൻ്റെ 17-ാം വാക്യത്തിൽ വരുന്നത്. യോസഫിന് ഒരു ദർശനം ഉണ്ടായിരുന്നു. നമുക്കറിയാം, അത് ഒരു സ്വപ്നം കണ്ടു എന്നുള്ളതാണ് യോസഫ് പറയുന്നത്. എന്താണ്? യോസഫിൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്നു, ബാക്കിയുള്ള കറ്റകളെല്ലാം കൂടി അവനെ വർഷിപ്പ് ചെയ്യുന്നു. അപ്പോഴത്തേക്ക് അത് മാത്രമല്ല, യോസഫിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പിതാവിൻ്റെ ഒരിക്കൽ അവനൊരു ഇഷ്ടഭാജനമായിട്ട് ഇഷ്ടപാത്രമായിട്ട് പിതാവിനോടൊപ്പം നിൽക്കുന്നത് കൊണ്ടും ബാക്കിയുള്ള സഹോദരന്മാർക്കെല്ലാം അവനോട് ചെറിയ ഒരു അസൂയയും ഒരു പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അവനിടയ്ക്ക് ഇങ്ങനെ ഈ സ്വപ്നം കണ്ടത് വിളിച്ചു പറയും, ദർശനങ്ങൾ വിളിച്ചു പറയും. അത് വിളിച്ചു പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ അതൊരു അസഹ്യമായി തീരുകയും അവർ അതനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്തതായിട്ട് കാണുന്നു. നമുക്കറിയാം, ഒരു ദർശനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പർട്ടിക്കുലർ പർപ്പസ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ അത് അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് ഒരുപാട് ട്രയൽസും ഒരുപാട് പ്രയാസങ്ങൾ കൂടി നമ്മൾ കടന്നു പോകേണ്ടി വരും. പ്രത്യേകിച്ച് നമുക്കറിയാം, ഞങ്ങൾ ഈ നോർത്ത് ഇന്ത്യ മിഷനുമായിട്ടൊക്കെ നിൽക്കുമ്പോൾ ദൈവം പല കാര്യങ്ങൾ പറയും, ഇന്നടത്ത് പോയി പ്രവർത്തിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ അതിനൊക്കെ ഒരുപാട് പ്രതികൂലങ്ങളും തടസ്സങ്ങളും വരികയാണ്. ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഫൈനാൻഷ്യലായിട്ടുള്ള പ്രയാസങ്ങൾ വരുന്നുണ്ട്. അതുപോലെ അവിടെ ഓപ്പണിങ് കിട്ടാതെ വരുന്നുണ്ട്. അവിടുത്തെ പ്രതികൂലമായിട്ടുള്ള ആൾക്കാർ അതിനെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ദർശനം അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നതല്ല. ഈ പ്രതികൂലങ്ങളെല്ലാം തരണം ചെയ്ത് പോകുമ്പോഴാണ് ആ സ്റ്റേബിളായിട്ട് നിൽക്കാനായിട്ട് നമുക്ക് പറ്റുന്നത്. ഇവിടെ കാണുന്ന യോസഫിനെ, ഈ സ്വപ്നവുമായിട്ട് യോസഫ് നടക്കുമ്പോൾ യോസഫിനെ അങ്ങ് പിടിച്ച് പൊട്ടക്കിണറ്റിലിടുകയാണ്.
പൊട്ടക്കിണറ്റിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അവർ സ്വപ്നക്കാരൻ വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് അവനെ പിടിച്ച് പൊട്ടക്കിണറ്റിൽ ഇട്ടിട്ട് അവൻ്റെ സ്വപ്നം എന്തായി തീരും എന്നേ പറയും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവം ഒരു ദർശനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ദർശനം ദൈവം അക്കംപ്ലീഷ് ചെയ്യുക തന്നെ ചെയ്യും. യോസഫിനെ അയച്ചിട്ട് അതുകൊണ്ട് ആ റൂട്ട് അവിടെ നിന്ന് അവനെ പൊക്കിയെടുത്ത് അടിമയായി വിറ്റു. അതാണ് ദൈവത്തിൻ്റെ വഴി. ഉടൻ തന്നെ അവനെ അവിടെ നിന്ന് പൊക്കിയെടുത്താണ്ട് ജീവന് ഹാനി വന്നില്ല, അടിമയായി വിറ്റു. അടിമയായി വിറ്റ് കഴിഞ്ഞിട്ട് അവിടെ നിന്നിട്ട് അവന് രക്ഷയില്ല. പോത്തിഫറിൻ്റെ വീട്ടിൽ നിന്ന് കാരാഗ്രഹത്തിലേക്ക് പോയി. അവിടെ അവനെ ചെങ്ങലയിട്ടു. നമ്മളെ ഈ സങ്കീർത്തനം 18-ാം വാക്യം 105-ൻ്റെ 18-19 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോഴേ യഹോവയുടെ വചനം നിവർത്തിയാകുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചെങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. അതാ ദൈവത്തിൻ്റെ വചനം നിവർത്തിയാകുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം. നമുക്കറിയാം ഈ ഷോൾഡേഴ്സിൽ, കയ്യിൽ, അതുപോലെ നെക്കിൽ, കഴുത്തിലൊക്കെ ഇരുമ്പ് ചെയിൻ ഇടുന്ന ഒരു സിറ്റുവേഷൻ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇരുമ്പ് ചങ്ങലയിടുക. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസിന് ദർശനം ഉണ്ടായിരുന്നു. ദൈവം കൊടുത്ത ദർശനമാണ്. എന്താണ്? സകല ജാതികളോടും സുവിശേഷം അറിയിക്കുക എന്നുള്ള ദർശനം. ആ ദർശനത്തിന് ഇറങ്ങിപ്പെട്ടപ്പോൾ എന്തൊക്കെ പ്രയാസങ്ങളാണ് പൗലോസിന് വന്നത്. പൗലോസ് പറഞ്ഞല്ലോ, എന്തെല്ലാം പ്രയാസങ്ങൾ ഞാൻ അനുഭവിച്ച കാര്യം പൗലോസ് പറയുന്നു. അതുകൊണ്ട് ആ വിഷൻ അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് അതൊരു ഈസി ആയിട്ടുള്ളൊരു കാര്യം ആണ് എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ദൈവം യോസഫിനെ കുറിച്ച് ആഗ്രഹിച്ച കാര്യമെന്ന് പറഞ്ഞാൽ ഒരിക്കലും കാണാത്ത യാക്കോബ് രഥങ്ങളിൽ തിരിച്ച് മിസ്രൈമിൽ വന്ന് അവിടെ പാർക്കാനായിട്ടുള്ള, അവിടെ വരാനായിട്ടുള്ള വലിയൊരു വിഷൻ അന്ന് അവർക്കൊന്നും അറിയത്തില്ലായിരുന്നു. ബിയോണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ദൈവശബ്ദം കേൾക്കുമ്പോൾ അബ്രഹാമിൻ്റെ കിണറുകൾ മൂടിയത് ഇസാക്ക് തുറന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. അന്നേരം കിണറുമായിട്ട് കണ്ടിട്ടുള്ളൊരു ദർശനം അവിടെ നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ എന്താണ് യോസഫിനെ സംബന്ധിച്ചിടത്തോളം, യോസഫിന് എന്താണ് എങ്ങനെയെങ്കിലും തിരിച്ച് അപ്പൻ്റെ അരികെ പോകണമെന്നുള്ള ചിന്തയാണ്. യോസഫിൻ്റെ ഉള്ളിൽ അങ്ങനെ വരുള്ളൂ. കാരണം എന്താ, ഞാൻ പിടിക്കപ്പെട്ടു, ഞാൻ അടിമയാണ്, ഞാൻ ഓൾറെഡി എവിടെയാണ്, ഇപ്പം ജയിലിലാണ്, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ എനിക്ക് എൻ്റെ അപ്പൻ്റെ അരികിലൊന്ന് പോകാം എന്നുള്ളൊരു ചിന്തയാണ് അവിടെ വന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ആ ദർശനത്തിൻ്റെ പൂർത്തീകരണം അവിടെ അങ്ങനെയല്ല വന്നത്. ഈ ചെങ്ങലയിൽ നിന്ന് ഒക്കെ കിടക്കുമ്പോഴേ അവനൊരു ടെസ്റ്റായിരുന്നു. ദൈവവചനം അതിൻ്റെ ആലോചനയാൽ, ആ വേർഡ് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യഹോവയുടെ വചനം നിവർത്തിയാകുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം. അത് 19-ാം വാക്യത്തിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അണ്ടിൽ ദ ടൈം ദാറ്റ് ദ വേർഡ് കെയിം ആൻഡ് ദ വേർഡ് ഓഫ് ലോർഡ് ട്രൈഡ് ഹിം. അതായത് ദൈവത്തിൻ്റെ ആലോചനയാണ് അവനെ ടെസ്റ്റ് ചെയ്തത്. അത് ദൈവത്തിൻ്റെ പർപ്പസാണ്. നമുക്കറിയത്തില്ല ദൈവത്തിൻ്റെ പർപ്പസ് എന്താണെന്ന്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അവനെ കാരാഗ്രഹത്തിൽ നിന്ന് രാജധാനിയിലേക്ക് വരാനായിട്ടുള്ള വഴി ഒരുങ്ങി. അവൻ്റെ ചിന്ത എന്തുവായിരുന്നു? അവന് നേരത്തെ ദർശനം കൊടുത്തിട്ടുണ്ട്, അവൻ്റെ ഉള്ളിൽ കാണും, അവൻ്റെ മനസ്സിൽ ചിലപ്പം ചിന്തിച്ച് കാണും, എങ്ങനെയെങ്കിലും എൻ്റെ അപ്പൻ്റെ അരികെ പോകണമെന്ന്. എന്നാൽ ദൈവം അവന് കൊടുത്ത ദർശനം, അവൻ നിൽക്കുന്നതും മറ്റുള്ള കറ്റകളെല്ലാം അവനെ നമസ്കരിക്കുന്നതുമായിട്ടുള്ള ദർശനം ഫുൾഫിൽ ചെയ്യാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത മാർഗം 10-17 വർഷത്തോളം ആ മാർഗം ഇച്ചിരി ട്രയൽസ് ഉള്ള മാർഗമാണ്. അതിൽ ആ ട്രയൽസിലും അവൻ്റെ ദർശനം നഷ്ടപ്പെട്ടില്ല എന്ന് നമ്മൾ കാണും. അത് മാത്രമല്ല, ദർശനം യോസഫ് മരിക്കുമ്പോഴും ഉണ്ടായിരുന്നു എന്നേ കാണും. ദർശനം ഒരിക്കലും മരിക്കുന്നില്ല. അവൻ്റെ ദർശനം അത് തുടർമാനമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ദർശനം നഷ്ടപ്പെടുത്തി കളയരുത്. നമുക്ക് ദൈവം ഒരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ മേളിൽ പിശാച് പ്രവർത്തിക്കും. അത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ആ ദർശനത്തിൽ നിലനിൽക്കേണ്ട ആവശ്യമുണ്ട്. പിന്നീട് നമുക്കറിയാം, യാക്കോബിന് അവിടെ വന്നു. അതുപോലെ
സഹോദരങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു. അദ്ദേഹം മിസ്രൈമിൻ്റെ ഭരണാധികാരിയാണെന്ന് തിരിച്ചറിഞ്ഞ്. അപ്പോൾ യോസഫ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ അസ്ഥികൾ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയി എവിടെ അപ്പനോട് ചേർന്ന് അപ്പനെ അടക്കിയിടത്ത് അവനെ അടക്കണമെന്നുള്ള ഒരു വലിയ ഒരു പ്രോമിസ് യോസഫ് കൊടുത്തിരുന്നു. അത് യോശുവയുടെ പുസ്തകം 24:32 ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കൊണ്ടുപോയ യോസഫിൻ്റെ അസ്ഥികളെ അവർ ശേഖേമിൽ യാക്കോബ് ശേഖേമിൻ്റെ അപ്പനായ ഹാമോരിൻ്റെ മക്കളോട് 100 വെള്ളിക്കാശിന് വാങ്ങിയിരുന്ന നിലത്തടക്കം ചെയ്തു. അത് യോസഫിൻ്റെ മക്കൾക്ക് അവകാശമായി തീർന്നു. ആ ദർശനം ഈ ഡെഡ് ബോഡിയെ പോലെ നമുക്കറിയാം. ഈ ഡെഡ് ബോഡികൾ അന്ന് ഈജിപ്തിൽ ചെയ്തിരുന്നത് എന്താണ്? അത് മമ്മിഫൈ ചെയ്യും. എന്ന് വെച്ചാൽ അതിൻ്റെ ആന്തരികമായിട്ടുള്ള പല കാര്യങ്ങളും എടുത്ത് മാറ്റിയിട്ട് അവരെ സുഗന്ധദ്രവ്യമൊക്കെ വെച്ച് മമ്മീസാക്കിയിട്ടാണ് സൂക്ഷിക്കുന്നത്. അങ്ങനെ യാക്കോബിൻ്റെ മരിച്ചു കഴിഞ്ഞപ്പോൾ അതുപോലെ അവർ ചെയ്തു. അത് 40 ദിവസം ഒക്കെ ഇരിക്കുമ്പോഴും അത് കേടില്ലാതെ ഇരിക്കത്തക്ക രീതിയിൽ അങ്ങനെയാണ് ചെയ്തത്. യോസഫിനെ അതുപോലെ ചെയ്തിട്ടുണ്ടോ? അതുപോലെ. എന്നാൽ ഒരു കാര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവൻ മരിച്ചു കഴിഞ്ഞപ്പോഴും അവൻ്റെ ആ ബോഡി അവിടെ നിന്ന് കൊണ്ടുവന്ന് കനാൻ ദേശത്ത് കൊണ്ടുവന്ന് അടക്കാനായിട്ട് പറ്റി എന്നുള്ള 500 വർഷത്തിന് ശേഷം അവൻ്റെ അസ്ഥികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അസ്ഥികളെ അവിടെ കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്ന് അടക്കി. എന്ന് പറഞ്ഞാൽ എന്താ കാണിയത്? ദർശനം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. അന്ന് പറഞ്ഞ വാക്കാണത്, സഹോദരങ്ങളോട് പറഞ്ഞ വാക്കാണ്. അത് നിവർത്തിക്കപ്പെട്ടതായിട്ട് ഇവിടെ കാണുന്നു യോശുവയുടെ പുസ്തകത്തിൽ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നെ കേൾക്കുന്നവരെ, ദൈവം ഈ ലോകത്തിൽ നിങ്ങളെ സൃഷ്ടിച്ചാക്കിയിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം നിങ്ങൾക്ക് ദൈവം ഒരു വലിയ മിഷൻ തന്നിട്ടുണ്ട്. ആ മിഷൻ അക്കംപ്ലിഷ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. അത് നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലല്ല, ഹിതത്തിലല്ല നിങ്ങൾ ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ വിശുദ്ധീകരണമാണ്. ഞാൻ വീണ്ടും പറയാം, നിങ്ങളുടെ വിശുദ്ധീകരണമാണ്. നിങ്ങളെ വിശുദ്ധീകരിക്കുമ്പോഴേ നിങ്ങൾ മാത്രമല്ല വിശുദ്ധീകരിക്കുക, ഞാൻ മാത്രം സ്വർഗത്തിൽ പോയാൽ മതിയെന്നുള്ളതല്ല. നിങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഈ വലിയ പ്രത്യാശയുടെ ദൂത് നിങ്ങൾ അറിയിച്ച് അവരും കൂടെ നിങ്ങളോട് കൂടെ കാണണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് അൾട്ടിമേറ്റായിട്ട് ദൈവത്തിൻ്റെ മിഷൻ. സ്വർഗരാജ്യം, ദൈവമേ നിൻ്റെ രാജ്യം വരണമേ, ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കുക എന്നുള്ള പർപ്പസ് യേശുക്രിസ്തു നിങ്ങളെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ ദർശനം നമുക്കൊരിക്കലും നഷ്ടപ്പെട്ടു പോകാനായിട്ട് പാടില്ല. ആ ദർശനത്തിൽ നമ്മൾ തുടർമാനമായിട്ട് ജീവിക്കണം. എനിക്ക് കുറച്ച് നാൾ ജീവിക്കണം, കല്യാണം കഴിച്ച് കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവരെയൊക്കെ ഒരു നല്ല നിലയിലാക്കി കുറേ കഴിയുമ്പോൾ മരിച്ച് ഞങ്ങൾ പോകണം എന്നുള്ളതല്ല. അതല്ല നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വിഷയം. മിക്കവാറുമുള്ള ആളുകളുടെ ചിന്തയൊക്കെ അങ്ങനെയാണ്. അത്രേ ഉള്ളൂ. നമുക്കൊരു എറ്റേണൽ ലൈഫുണ്ട്, ഒരു നിത്യജീവനുണ്ട്. നമ്മുടെ ഈ എറ്റേണൽ ലൈഫ്, നമ്മുടെ നിത്യമായിട്ടുള്ള ജീവൻ ഒരിക്കലും ഇല്ലാതെയാകുന്നില്ല. അതിനുവേണ്ടിയുള്ള തീരുമാനം എടുക്കുന്നത് ഈ ലോകത്തിൽ വെച്ചാണ്. അവിടെ വെച്ചാണ് നമ്മൾ വീണ്ടും ബോൺ അഗെയിൻ എന്ന് പറഞ്ഞ് വീണ്ടും ജന്മമൊക്കെ പ്രാപിക്കുന്നത്. അവിടെ നിന്ന് തുടർമാനമായിട്ട് നമ്മുടെ പൊസിഷൻ, ആത്മീയ പൊസിഷൻ യേശുക്രിസ്തുവിൻ്റെ വലത്ത് ഭാഗത്താണ്. അന്ന് തൊട്ട് നമ്മുടെ ലൈഫ് ആരംഭിക്കുകയാണ്. അതിൽ ആ ലൈഫിൽ, ആ ദർശനത്തിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോഴേ അവിടെയൊക്കെ തടസ്സങ്ങൾ വരും, ഒരുപാട് തടസ്സങ്ങൾ വരും. ഇപ്പം യോസഫിൻ്റെ ജീവിതത്തിലെ അടിമയായ ജോസഫ് കാരാഗ്രഹത്തിൽ പോയി അവിടെ നിന്ന് നമ്പർ 1 ഫറോ കഴിഞ്ഞിട്ട് അടുത്ത ആളായിട്ട് പ്രധാനപ്പെട്ട മന്ത്രിയായി അവിടെ വന്ന് കാര്യങ്ങളെ ചെയ്തുകൊണ്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ? ആ ദർശനത്തിൽ അവൻ്റെ ഭവനക്കാർ മുഴുവൻ ആ ദാരിദ്ര്യത്തിൽ അവർ രക്ഷ പ്രാപിച്ചു. അതുമാത്രവുമല്ല, അവൻ്റെ പിതാവായിട്ടുള്ള യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഫ്യൂണറൽ, ഒരിക്കലും ചിന്തിക്കാത്തൊരു ഫ്യൂണറൽ അവിടെ നടന്നതായിട്ട് നമ്മളെ കാണും. യെസ്, അതാണ് ദൈവം ആഗ്രഹിച്ചത്. യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം യാക്കോബിൻ്റെ ജീവിതം അനുഗ്രഹമായി തീർന്നത് അങ്ങനെയാണ്. യോസഫ് അതിന് കാരണമായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാകും. യോസഫിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദർശനം മരണത്തിന് ശേഷവും അവൻ ചിന്തിച്ചു, എന്നെ അടക്കേണ്ടത് മിസ്രൈമിലല്ല, കനാനിലാണ്. അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോഴേ നിങ്ങൾ ഒരിക്കൽ കനാൻ ദേശത്ത് ചെല്ലുമെന്ന് യോസഫിന് അറിയാമായിരുന്നു. അതാണ് ദർശനം. നമ്മളെക്കുറിച്ചും
ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ മഹത്വ പ്രത്യാശയിൽ നമ്മളായിത്തീരും എന്ന് നമുക്കറിയാം. നമ്മൾ മാത്രമല്ല, നമ്മളോട് കൂടെയുള്ളവരും ഈ പ്രത്യാശയിൽ ഈ നാളിൽ ജീവിപ്പാനായിട്ട് ദൈവം കൃപയൊരുക്കട്ടെ. അതുകൊണ്ട് ദൈവം നമുക്ക് തന്ന ദർശനം നമ്മളൊരിക്കലും നഷ്ടപ്പെടുത്തുന്നത് പൈശാചികമായിട്ടുള്ള ചിന്തകൾ നമ്മൾ വരുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ആ ദർശനത്തിൽ തുടർമാനമായി ജീവിക്കുമ്പോൾ അതിനോടൊപ്പം ദൈവം എല്ലാ ബ്ലെസ്സിങ്സും നമുക്ക് തരും, അനുഗ്രഹങ്ങൾ തരും. അവിടെ ഡെലിവറൻസ് വന്നു ചേരാണ്. അതുകൊണ്ട് അനോയിൻറ്റിങ്, അഭിഷേകവും ദർശനവും ഉള്ളിടത്തൊന്നും ദൈവത്തിൻ്റെ വലിയ ഡെലിവറൻസും ബ്ലെസ്സിങ്ങും ഉണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ നിന്ന് ദർശനങ്ങളെ പ്രാപിക്കാത്ത ആരും ഇല്ല. എന്തെങ്കിലും ദൈവത്തെ അറിഞ്ഞവർക്കെല്ലാം ദൈവത്തിൻ്റെ വലിയ ഗൈഡൻസും ദൈവത്തിൻ്റെ ദർശനവും ഉണ്ട്. ഈ ദർശനത്തിൽ നിലനിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാൻ ദൈവമേ, നീ എന്നെക്കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു, നിൻ്റെ ഹിതത്തിൽ നിന്ന് പ്രവർത്തിക്കുകയും അത് ഞങ്ങളെ നടത്തിയെടുക്കുകയും ചെയ്യുവാൻ ഈ ദിവസങ്ങൾ കർത്താവേ നീ കൃപയൊരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനം ഞങ്ങളുടെ കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. നിൻ്റെ വചനത്തിൻ്റെ ശക്തിയിൽ ഈ ദിവസങ്ങൾ ജീവിപ്പാനായി ഞങ്ങളെ സഹായിക്കണം. നിൻ്റെ വചനം ഞങ്ങളെ ഡെലിവർ ചെയ്യുകയും ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു. ഓർത്ത സ്തോത്രം. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ഓർത്ത സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. ആമേൻ. ഇത് തുടർമാനമായി വാച്ച് ചെയ്യുക. ഇനിയും ഒരു 4-5 എപ്പിസോഡ് കഴിയുമ്പോഴേ നമ്മൾ ആ ഡെലിവറൻസ് സീരീസ് തന്നെ തീരും. നിങ്ങൾക്ക് പ്രയോജനമായി തീർന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക, പ്രയർ റിക്വസ്റ്റുകൾ അയച്ചു തരിക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.